ഹലോ ഗായ്സ്, വെൽക്കം ടു റംഷീറാസ് ലേണിംഗ് പ്ലാറ്റ്ഫോം. ക്ലാസ് സാധ്യതകളുടെ ഗണിതം എന്നുള്ള ചാപ്റ്ററിലെ ഏതാനും ചില കണക്കുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, സാധ്യതകൾ എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നത്, ഇന്ന് പ്രധാനമായിട്ടും ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു പെട്ടിയിൽ 6 ചുവന്ന മുത്തുകളും, ശ്രദ്ധിക്കുക, ഒരു പെട്ടിയിൽ 6 ചുവന്ന മുത്തുകളും 5 വെളുത്ത മുത്തുകളും ഉണ്ട്. മറ്റൊരു പെട്ടിയിൽ 8 ചുവന്ന മുത്തുകളും 4 വെളുത്ത മുത്തുകളും ഉണ്ട്. രണ്ട് പെട്ടിയിൽ നിന്നും ഓരോ മുത്തെടുക്കുന്നു എങ്കിൽ ഇനിയാണ് ചോദ്യം വരുന്നത്. കിട്ടാവുന്ന ജോഡികളുടെ എണ്ണം എത്ര? രണ്ടും ചുവന്നതാകാനുള്ള സാധ്യത എത്ര? രണ്ടും വെളുത്തതാകാനുള്ള സാധ്യത എന്ത്? ഒന്നെങ്കിലും ചുവന്നതാകാനുള്ള സാധ്യത എന്ത്? എന്നിങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ചോദ്യം നോക്കുക, കിട്ടാവുന്ന ജോഡികളുടെ എണ്ണം എത്ര? നമ്മൾ ചോദിച്ചിട്ട് എന്താ ഉള്ളത്, ഇങ്ങനെ നമുക്ക് രണ്ട് കള്ളിയിൽ നിന്ന്, ഇപ്പോൾ ഒരു കള്ളിയിൽ എത്ര തന്നിട്ടുണ്ട്, 6 റെഡ് മുത്തുകളും 5 വൈറ്റ് മുത്തുകളുമാണ് തന്നിട്ടുള്ളത് ഫസ്റ്റത്തേൽ. രണ്ടാമത്തേലോ 8 റെഡ് മുത്തുകളും 4 വൈറ്റ് മുത്തുകളുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റത്തെ ചോദ്യം തേനി കിട്ടാവുന്ന ജോഡികളുടെ എണ്ണം എത്ര? അപ്പോൾ രണ്ടിൽ നിന്നും ഓരോന്ന് വീതം എടുത്താൽ നമുക്ക് എത്ര ടോട്ടലായിട്ട് എത്ര ജോഡികൾ കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ള ജോഡികൾ നോക്കുക. എത്രയാണ്? ഒന്നാമത്തേൽ എത്രയാണ്? 11 ഇൻറ്റു രണ്ടാമത്തെ പെട്ടിയിൽ എത്ര തന്നിട്ടുള്ളത്? 12. അപ്പം 12 ഇസിക്കൽ ടു, അപ്പോൾ നമ്മളിവിടെ ചെയ്ത് നോക്കുക, 11 ഇൻറ്റു 12. ഓക്കെ, അപ്പോൾ 2 1 2 2 1 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 132 നമുക്ക് എന്ത് ചെയ്യണത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 132 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എത്രയാണ്? നമുക്ക് കിട്ടാവുന്ന ജോഡികളുടെ എണ്ണം എത്രയാണ്? 132. അപ്പോൾ 132 ജോഡികൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? രണ്ടും ചുവന്നതാകാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണം ചോദിച്ചാൽ, നമുക്ക് തന്നിട്ടുള്ളത് ഒന്നാമത്തെ കളിയിൽ എത്ര മുത്തുകളാണ്? 6 മുത്തുകളാണ് റെഡ് ഉള്ളത്. രണ്ടാമത്തിൽ 8 മുത്തുകളാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, 6 ഇൻറ്റു 8. 6 ഇൻറ്റു 8 എത്രയാണ്? 6 ഇൻറ്റു 8 എത്രയാണ്? 48. അപ്പോൾ എത്ര എഴുതുക? 48 എന്ന് എഴുതുക. ഇങ്ങനെ വെറുതെ എഴുതിയ അപ്പോൾ ഓരോ നമ്മളെന്ത് ചെയ്യണം, 48 സാധ്യതകൾ എഴുതുന്ന സമയത്ത് നമ്മൾ ടോട്ടലിൻ്റെ തന്നും കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? രണ്ടും ചുവന്നതാകാനുള്ള സാധ്യത എത്രയാണ്? ചുവന്നതാകാനുള്ള സാധ്യത എത്രയാണ്? 132 48 കേട്ടോ. അപ്പം ഇതാണ് രണ്ടാമത്തെ ചോദ്യം. സിമ്പിൾ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതും പാഠം നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം തന്നിട്ടുള്ളത്, രണ്ടും വെളുത്തതാകാനുള്ള സാധ്യത. അതേപോലെ തന്നെ നമ്മളിപ്പം ഇത് ചെയ്തതേപോലെ തന്നെയാണ് ഏതും കാണേണ്ടത്, നമ്മൾ വെളുത്തത് കാണാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ കളിയിൽ എത്ര ഉള്ളത്? 5 വൈറ്റും രണ്ടാമത്തെ കളിയിൽ എത്രയാണ്? 4 വൈറ്റുമാണ് ഉള്ളത്. അപ്പോൾ 5 ഇൻറ്റു 4 എത്രയാണ്? 5 ഇൻറ്റു 4 എത്ര? 20. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 5 ഇൻറ്റു 4 എത്ര എഴുതുക? 20 എന്ന് എഴുതുക. ഓക്കെ, അപ്പം 20/132. അപ്പോൾ രണ്ടും എന്ത് ചെയ്യാനുള്ളതാണ്? വെളുത്തതാകാനുള്ള സാധ്യത കേട്ടോ. രണ്ടും വെളുത്തതാകാനുള്ള സാധ്യത എത്രയാണ്? 20. 132ൽ 20. ക്ലിയർ ആയോ? നമുക്ക് തന്നിട്ടുള്ളത് ലാസ്റ്റ് ഒരു ചോദ്യം കൊണ്ട് തന്നിട്ടുണ്ട്. നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എന്താ തന്നിട്ടുള്ളത്? ഒന്നെങ്കിലും ചുവന്നതാകാനുള്ള സാധ്യത. ഇതിൽ എന്താവണം, നമ്മൾ എടുക്കുന്ന രണ്ടും മുത്തെടുക്കുമല്ലോ, അപ്പോൾ അതിൽ ഒന്നെങ്കിലും എന്താവണം, ചുവന്നതാകാനുള്ള സാധ്യതയാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കണ്ടു രണ്ട് ചുവന്നതാകാനുള്ള സാധ്യത എത്രയാണ്? 48. രണ്ടും വെളുത്തതാകാനുള്ള സാധ്യത എത്രയാണ്? 20. അത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടില്ലേ. അപ്പം ഒന്നെങ്കിലും ചുവന്നതാകാനുള്ള സാധ്യത. അപ്പം നമുക്ക് ചുവന്നതാകാൻ കിട്ടാനുള്ള സാധ്യതയാണ് കാണേണ്ടത് എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമുക്ക് ടോട്ടൽ എത്ര ജോഡികളാണുള്ളത്? 132. ഈ 132ൽ നിന്നും ഈ വൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റ് എത്രയാണ്? രണ്ട് വെള്ളമാകാൻ സാധ്യത എത്രയാണ്? 20 അല്ലേ. അപ്പോൾ ഈ 20 ഇവിടുന്ന് എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടി? 112 ഡിവൈഡഡ് ബൈ 132. ഓക്കെ, അപ്പം ഒന്നെങ്കിലും വെളുത്തതാകാനുള്ള സാധ്യത എത്രയാണ്? ഒന്നെങ്കിലും വെളുത്തതാകാനുള്ള സാധ്യത എത്രയാണ്? 112 ഡിവൈഡഡ് ബൈ 132. ക്ലിയർ ആയില്ലേ? ഇത്ര ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇന്ന് എടുക്കുന്നത് കേട്ടോ.
ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ ചോദിക്കട്ടോ. അതിനുള്ള മറുപടി നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നതാണ്.